അതുമാത്രമല്ല ഇവർ ഈ തട്ടിയെടുത്ത ഈ ജീവനക്കാരികൾ തട്ടിയെടുത്ത ഇത്രയും അധികം ഒരു വലിയ എമൗണ്ട് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ഇങ്ങനെ കാർ വാങ്ങിയതായി വിവരങ്ങളുണ്ട്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണെങ്കിൽ പോലും അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. കാർ വാങ്ങിയതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം ഈ വീട് വെച്ചതായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. മറ്റേ പർച്ചേസിൻ്റെ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റുഡിയോയിലും മറ്റ് ഷോപ്പുകളിലുമൊക്കെ ഗോൾഡ്, അതെ ഗോൾഡ്, അതെ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്ന് ഗോൾഡ് വാങ്ങിയെന്ന് പറയുന്നു. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഇത് ആക്ച്വലി ഇപ്പോൾ പോലീസിലിരിക്കുന്ന ഇതുണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനകത്ത് ഇവർ ഈ പൈസ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ അതിനകത്ത് കാണും. കംപ്ലീറ്റ് അവർ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ വിശ്വാസം പൂർണ്ണമായി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ ഏറ്റവും അനുഭാവപൂർണമായ പെരുമാറ്റം, നമുക്ക് തന്ന ഉറപ്പ്, ഇതെല്ലാം വളരെ പോസിറ്റീവായ കാര്യങ്ങളായിരുന്നു. കാരണം വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് പറയാതിരിക്കാം. ഞാൻ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും ഇങ്ങനെ ആവണം ഒരാൾ ചെല്ലുമ്പോൾ. ഇപ്പോൾ ഞാനൊരു അസാമാന്യ മനുഷ്യൻ എങ്കിലും തിരിച്ചറിവുണ്ട്, ഞങ്ങളെ കേരള സമൂഹത്തിനറിയാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് എന്ത് നീതി കിട്ടും? അതുകൊണ്ട് ഇപ്പം ഞങ്ങളോട് സ്നേഹത്തോടെ കാണിച്ച, അനുഭാവപൂർവ്വം കാണിച്ച പെരുമാറ്റം മുകളിൽ നിന്നാണെങ്കിലും ഇത് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും ഒരു അനുഭാവപൂർവ്വം വരുന്നവരും ആരും ആയിക്കോട്ടെ, കുറ്റക്കാരും ഇതായിക്കോട്ടെ, അനുഭാവപൂർവ്വം പരിഗണിക്കുകവരെ കൃത്യമായി അന്വേഷിക്കുക. ഒരു തരത്തിലുള്ള ഒരു ബയസ്ഡ് അന്വേഷണം വരാറ്. കാരണം യൂണിഫോമിൽ ഇരിക്കുന്നവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ച് വരുന്നത് അവർ കൃത്യമായി അന്വേഷിച്ച് ന്യായം ആരുടെ ഭാഗത്താണ് അവർക്ക് കൊടുക്കണം എന്നാണ് ഈ സമയത്തുള്ള എൻ്റെ പ്രാർത്ഥന. ഇല്ല, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. കാരണം രാവിലെ എണീച്ചപ്പോൾ തന്നെ പോലീസ് ഇത്ര ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസ് നമുക്ക് തന്നെ. കാരണം ഇന്നലെ വന്ന് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അവരുടെ സ്റ്റേറ്റ്മെൻറ്റും എടുത്തു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയതേ ഉള്ളൂ ഇന്നലെ വൈകുന്നേരം. ഇന്ന് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ പോലീസ് അത് അവരുടെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞു. അവർ നമ്മൾ പറഞ്ഞതുപോലെ പൈസ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞു ന്യൂസിൽ. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദ പോലീസ് ടീം ഓൾസോ. ഏതായാലും ബാങ്ക് വിവരങ്ങളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സത്യം എന്തായി കഴിഞ്ഞാലും, ഏത് ദിവസമായി കഴിഞ്ഞാലും അത് പുറത്തു വരും എന്നുള്ളതാണ് നടൻ കൃഷ്ണകുമാറും ദിയ കൃഷ്ണകുമാറും വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.